Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെമോലിന ബ്രെഡ് ആണ്. സീസൺഡ് സെമോലിന ബ്രെഡ്. സീസൺഡ് സെമോലിന ബ്രെഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സെമോലിന അഥവാ റവ. നല്ല ഫൈൻ ആയിട്ടുള്ള റവയാണ്, നല്ല നൈസായിട്ടുള്ള റവയാണ്, അതായത് റോസ്റ്റഡ് അല്ല, സാധാ നല്ല നൈസായിട്ടുള്ള റവ. ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. 1.25 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ്. പിന്നെ ഞാൻ കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ളു ഉലുവാപ്പൊടി, 1 നുള്ളു കായത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ പ്ലസ് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് കറിവേപ്പില. ആദ്യമായിട്ട് ഈ 1.25 കപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റ്, പിന്നെ പഞ്ചസാര, ഇത് നമുക്കൊന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് സീസണിങ് ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒലിവ് ഓയിലാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നോർമൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായി അതിലേക്ക് മസ്റ്റർഡ്, നല്ല ജീരകം, കറിവേപ്പിലയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സീസണിങ് ചൂടാറിയിട്ടുണ്ട്. അത് ഞാൻ ഈ റവയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റും വെള്ളമായിട്ടുള്ള മിക്സ്ചർ ആഡ് ചെയ്യാം. കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് 1 മണിക്കൂറാണ് ഞാനിതൊന്ന് പൊങ്ങാനായിട്ട് വയ്ക്കുന്നത്. നമ്മളെ മാവ് ഇവിടെ നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് മൈദ തൂവിയിട്ട് ഒന്ന് കുഴച്ച് റോൾ ചെയ്തെടുക്കാം. കയ്യിലൊട്ടാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റോൾ ചെയ്യാം. ലോഫ് പാൻ്റെ ഷേപ്പിനൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ലോഫ് പാന് ഓയിൽ ചെയ്ത് ജസ്റ്റ് മൈദ വെച്ചൊന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ലോഫ് ഇതിലേക്കൊന്ന് മാറ്റാം. ഇനി ഇത് രണ്ടാമത് നമ്മളൊന്ന് പൊങ്ങാൻ വയ്ക്കുകയാണ്. അതിനായിട്ട് ഒരു നനഞ്ഞ തുണി അല്ലെങ്കിൽ ഒരു ടീ ടവൽ എന്തെങ്കിലും ഒന്ന് നനച്ചിട്ട് എൻ്റെ മുകളിലിടാം. ഇനി നമുക്കിതൊരു 3/4 മണിക്കൂർ ഒന്നും കൂടി പ്രൂവ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മുടെ ഡൗ നന്നായി പ്രൂവ് ആയിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 200 ഡിഗ്രീസിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അതിന് മുന്നായിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് പാൽ വെച്ച് ഒന്ന് ബ്രഷ് ചെയ്യാം. ഒരു ഗോൾഡൻ കളർ കിട്ടാനായിട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ള് ഇടുന്നുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇടാം. നമ്മൾ ബ്രെഡ് ഇപ്പോൾ നന്നായി ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് തൂവിക്കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഈ ചൂടായിരിക്കുന്ന സമയം തന്നെ നമ്മളൊരു ടവൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ഇതുപോലെ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് സ്ലൈസ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ടെക്സ്ചറും വളരെ നന്നായിരിക്കും. ഇതിപ്പോൾ തണുത്ത് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇത് നല്ലൊരു മസാല ബ്രെഡ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു ആൻഡ് ബൈ.